ഇതാ കണ്ടോ ഇരുമ്പാമ്പുളി. ഈ ഇരുമ്പാമ്പുളി ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ ഇത് അല്ലാണ്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഇതെന്താ വേണോ? എന്താ അത് പുളിച്ചു മുത്തേ? എന്നാ പോനാ. ആ അത് അയ്യോ, പല്ലിയൊക്കെ അത് പൽപ്പൊടി. പൽപ്പൊടിയാണ്. ഇത് അത് പല്ലിയേക്കാനെ ഇത് പറ്റും. തരാം. തിന്നും. എന്തോന്ന് തിന്നോക്ക്. അത് തിന്നാൻ പറ്റില്ല. തിന്നോക്ക്. പുളിക്കും. തിന്ന് അത് പുളിപ്പില്ല, തിന്ന്. അപ്പോൾ അതാ ഇതേ നമുക്കൊരു നേരം ചോറിന് കഴിക്കാൻ നല്ലതാട്ടോ. നമ്മളിന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. ഇരുമ്പാമ്പുളി വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ ഞങ്ങളിന്ന് മണ്ണാർക്കാട് പോയിരിക്കുന്നു. എൻ്റെ വല്യമ്മയുടെ മോള് പ്രസവിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ മോളുടെ കുട്ടീനെ കാണാൻ പോയി. മോളി എല്ലാവരും കണ്ടു കേട്ടോ. അപ്പോൾ എൻ്റെ വേറൊരു അമ്മായിയുടെ മകളുണ്ടായിരുന്നു, ഒരമ്മ. ഞങ്ങൾ രണ്ടുപേരും ഒപ്പം പഠിച്ചതാട്ടോ. അപ്പോൾ അവളെയും കണ്ടു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ്. എത്ര വർഷമായി എന്നറിയോ ഞാൻ രമേനെ കണ്ടിട്ട്? ഞാൻ എൻ്റെ അമ്മൂനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് കേട്ടോ അവളെ കണ്ടത്. 18 വർഷത്തെ വിശേഷങ്ങൾ പറയാണ്ടായിരുന്നു അല്ലേ? അനിയേട്ടന് അവിടെ പോസ്റ്റ് അടിച്ചു ചേട്ടാ. പിന്നെ ഇപ്പോൾ ഓരോടത്തേക്ക് പോയിട്ട് ഞാനവിടെ ഇരിക്കുന്നല്ലാണ്ടെങ്കിൽ അത് കൂടെ പോയപ്പോൾ എന്താ ചെയ്യുക? ഒറ്റയ്ക്ക് അത് കൂടെ ആശുപത്രിയിലേക്ക് പോകണം. വെറുതെ അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? അവൾ അനിയേട്ടനെ കണ്ടതും കൊണ്ടാണ് ഞാൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വന്നത്. അപ്പം അതൊരു കാര്യമല്ലേ? എന്താ അല്ലേ? ഞാൻ കുറേ ഏട്ടൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ മദർ കെയറിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോയതാ. പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. ഇത് ആശുപത്രിക്ക് ഇങ്ങനെ ഉണ്ണികളെ കാണാനൊക്കെ പോവാൻ എനിക്ക് ഇഷ്ടാട്ടോ. ഇത് അച്ചാറിട്ടിട്ട് 2 തരാട്ടോ. ഇപ്പം തരാൻ പറ്റില്ല കേട്ടോ. ഇതല്ലേ ഇതിങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞല്ലേ ഒക്കെ 2 വേണ്ട, ഒന്നും വേണ്ട അല്ലേ? പല്ല് പുളിക്കില്ലേ കുട്ടിക്ക്? നന്നോ പൊന്നൂസേ, അമ്മയുടെ അടുത്തില്ലേ എന്താ പഠിപ്പിച്ചു തരാൻ പറ. അമ്മ അവിടെ പഠിപ്പിച്ചു തരാൻ പറ. അമ്മ പഠിച്ചിട്ടല്ലേ നിങ്ങൾക്ക് പഠിപ്പിച്ചു? ഏട്ടപ്പടെ ഇരിക്കല്ലേ, പഠിപ്പിക്കാൻ പറ. ടീച്ചർ ചീത്ത പയ്യും പറ. ഇതെന്താ കട അടച്ചിരിക്കുന്നത്? അത് ക്ലബായിരിക്കും. ടീച്ചർ ചീത്ത പയ്യോ? എന്തിന് പഠിപ്പിക്കാണ്ടോ? സുകന്യേ ടിവിയുടെ സൗണ്ട് കേൾക്കണ്ട, അതുകൊണ്ടാ തോന്നുന്നു. അതായിരിക്കും കേൾക്കാത്തത്. അപ്പം ഇന്ന് നമ്മളില്ലേ മോര് കാച്ചിയത്, ഉച്ചയ്ക്ക് പോകുമ്പോൾ മോര് കാച്ചിയതാണ് ഉണ്ടായിരുന്ന. പപ്പടവും എന്താ വേണ്ടേ? എന്താ എൻ്റെ കുട്ടിക്ക് വേണ്ടേ? ഇതിങ്ങനല്ലേ, അങ്ങനെ ഉപ്പിട്ടിട്ട് പച്ചമുളകല്ല മുളക് പൊടി ഇട്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റാ അല്ലേ? ഏട്ടനൊന്നും ഇഷ്ടാവില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല കേട്ടോ. ഇഷ്ടമാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടമാണെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് ഇതിൻ്റെ സ്പൂണുകൾ എവിടെയെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. എല്ലാറ്റിലും സ്പൂൺ ഉണ്ടായിരുന്ന കുട്ടികളും എടുത്തിട്ടില്ലേ. ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടേക്കും. അവിടെ നിന്ന് പിന്നെ ഓരോ പായസം കുടിക്കുമ്പോഴൊക്കെ നമ്മൾ സ്പൂൺ എടുത്ത് കൊടുക്കില്ലേ. അപ്പം ഇവിടെ നിന്ന് അങ്ങനെ നമ്മളില്ലേ എത്ര എടുത്ത് വെച്ചാൽ പിന്നെ ചെറിയ കുട്ടികളല്ലേ, നമുക്ക് എന്താ നമുക്ക് ആകെ ഒരു വിഷമം തോന്നുള്ളൂ. ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത് എന്തെങ്കിലും സങ്കടമാവുമോ? പക്ഷെ ഇപ്പം ഞാനില്ലേ ഇനി പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പായസം വെക്കുന്ന സമയത്താണ് പ്രശ്നം. സ്പൂണുകളൊക്കെ എടുത്തിട്ട് പിന്നെ ആരോട് പറയാ? എന്തായാലും അത് അത്ര നല്ല സാധനം തന്നെ കേട്ടോ. അങ്ങനെ തിന്നല്ലേ, കാണുമ്പോൾ തന്നെ ഇടങ്ങാറാണ്. പുളിപ്പ് കൊണ്ടല്ല, അത് നല്ല സാധനമാണ് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുന്നതിൽ. ഏട്ടാ എപ്പോഴൊന്നും കഴിക്കാതിരുന്നാൽ മതി, എപ്പോഴെങ്കിലും കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇതില്ലേ ഉപ്പ് പിടിക്കട്ടെ കേട്ടോ. എനിക്ക് മുളക് ഇട്ടിട്ട് കഴിക്കണേക്കാളും ഇഷ്ടം ഇങ്ങനെ ഉപ്പിട്ടിട്ട്. ഇനി നമ്മൾ ചോറിനാറാകുമ്പോഴേക്കില്ലേ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും, നല്ല രസം ഉണ്ടാവും കേട്ടോ. നോക്കിയൊക്കെ ആ കുട്ടി കഴിക്കണോക്ക്. ഓ എന്താ നമ്മുടെ കയ്യിലുള്ള ഉപ്പ് ഇതിലാക്കിയിട്ടുണ്ട് കേട്ടോ. കൊടുക്ക് ഇനിയിപ്പോൾ ഉപ്പ് ഇതൊക്കെ ഉപ്പിട്ടതമ്മ. ഇതുപ്പിട്ട ആട്ട് 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 വേണ്ട, അവന് ഉപ്പ് കൊടുക്ക് ഏട്ടാ. അങ്ങനെ ഉപ്പ് അവർക്ക് കിച്ചൂനും അവർക്കും ഭയങ്കര ഉപ്പ് ഭ്രാന്താണ് കേട്ടോ. എന്തോ ഒരു ഉപ്പ് ഇഷ്ടമാണെന്നറിയാം. നമുക്കേ കട ഉപ്പ് ഇഷ്ടമാണ് പറഞ്ഞതേ. കുറച്ച് കൊടുത്താൽ
ഒരു ആ നുള്ളു. തോനെ വേണമെന്ന്. മതി, മതി. ഏട്ടാ നമുക്കേ ആദ്യം കടയിൽക്കൊന്ന് പോയിട്ട് വരാം, എന്നിട്ട് ബാക്കിയുള്ള ഇന്ന് ചോറ് വെച്ചു, ചുക്കുവെള്ളത്തിന് വെള്ളം വെച്ചു. ഏട്ടൻ്റെ വാക്ക് കേട്ടിട്ട് അത്ര മതി. ഇവരൊക്കെ വികൃതികളാണ്. മതി പൊന്നേ, നീ മിച്ചർ എടുത്ത് കഴിച്ചോ. മതി പൊന്നേ. പൂച്ച ദാ മൂന്നാളും വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ. ഇവരുടെ പഠിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇനി നീക്കുള്ളൂ. അത് ചെറിയോർക്കും തുറന്നു. അവിടെ കൊണ്ടുപോയിട്ട് ഉപ്മാവ് അടച്ച് വെച്ചൊക്കെ നോക്കിയേക്ക്. എന്താ പൊന്നാ അവർ പഠിച്ചോട്ടെ ഏട്ടാ. കുഞ്ഞുണ്ണി പോയി അമ്മയുടെ അടുത്ത് പഠിക്കാൻ പറയേ. അമ്മ പഠിക്കണ്ടല്ലോ, പഠിക്കാനുള്ള കുഞ്ഞുണ്ണി ഇവിടെ ഉണ്ട്, പൊന്നൂസും ഇവിടെ ഉണ്ട്, കുഞ്ഞേട്ടൻ പഠിക്കണ്ടാവുന്ന അല്ലേ? കുഞ്ഞേട്ടനെ പഠിപ്പിക്കുക. അങ്ങനെ ഇന്ന് ഫുള്ള് പൊളിപ്പുള്ളതാണല്ലോ കാണിക്കുന്നത്. ഈ നാരങ്ങയല്ലേ ഇവിടെ ഏട്ടനും അനിയനും പെങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് നമ്മൾ അച്ചാറങ്ങോട്ട് ഇട്ട് കൊടുത്താലേ വേറൊന്നും കാണിച്ചു കൊടുക്ക്. നാളെ ഉള്ളൂ നുറുക്കിയിട്ട് അച്ചാർ ഇടുക വിചാരിച്ചു കേട്ടോ. നമ്മുടെ നെല്ലിക്ക അച്ചാറ് കഴിഞ്ഞിട്ടില്ല. ഇത് അച്ചാറ് കുറച്ച് തോനെ കുറച്ചല്ല ഇതേ ഉള്ളൂ കേട്ടോ. ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് വേണ്ടവർ കഴിക്കും, വേണ്ടവർ കഴിക്കില്ല. ഇത് മക്കൾക്ക് അത്ര വലിയ പിടുത്തില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഓണത്തിന് സദ്യ സമയത്തൊക്കെ വടുവപ്പുളി നാരങ്ങ എന്നിട്ട് ഉണ്ടാക്കുക. നിങ്ങളുടെ നാട്ടിലും ഇതിന് വടുവപ്പുളി തന്നെയാണോ പറയുക അല്ലേ? വടുവപ്പുളി വടുവപ്പുളി തന്നെയാണ്. കണ്ട മണം. ഓണ സമയത്തൊക്കെ ഇത് ഭയങ്കര ഡിമാൻഡായിരിക്കും ഇതിന്. നമ്മുടെ തൊടിയിലുണ്ടായിരുന്നതാണ് കേട്ടോ നാരങ്ങ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ്, കൊടുത്തിരുന്നതാണ് നമ്മൾ ഈ വടുവപ്പുളി നാരങ്ങ. പിന്നെ അത് പോയി. ഇപ്പോൾ അനിയേട്ടൻ്റെ മേമയുടെ വീട്ടിലുണ്ട് അല്ലേ ഏട്ടാ? അത് മേമ കൊണ്ടുവന്ന് തരും അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പിടിച്ച് വലിക്കണ്ട പൊന്നാ, കേട് വരുന്നതല്ല. ഇത് കണ്ടോ ഇങ്ങനെ പിടിച്ച് അതാ കണ്ടോ. അയ്യോ വാണ്ടട ഉണ്ണി. ഇതാ ഇപ്പൊ ഒക്കെ അല്ലേ പാത്രങ്ങൾ വലിച്ചിട്ട് ഇനി ഏട്ടനെ ഒഴിവ് കിട്ടിയില്ല കേട്ടോ. അതാ പടെ കണ്ടോ, ഇതാ ഇറങ്ങി വന്നൊക്കെ കണ്ടില്ലേ. നമ്മള് കുട്ടികളോട് എത്ര നമ്മൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണോ വിചാരിച്ചിട്ടാണ്, ഒന്നും ഉണ്ടാവില്ല. എന്നാലും ബാബന്നാ ഇങ്ങോട്ട് വാ. അമ്മക്കുട്ടിക്ക് കുറേ വർക്കുകൾ അസൈൻമെൻ്റൊക്കെ ഫോണിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ അത് എഴുതാൻ വേണ്ടിയിട്ട് അത് നോക്കുകയാണ്. അച്ചുവിന് ഒരൊറ്റ ഒരു ആഗ്രഹം, അവൾക്കൊരു ഉപ്പേരി പാത്രം വേണമെന്നുള്ളത്. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് ചോറ്റും പാത്രം വാങ്ങണോ പുതിയത് ചോദിച്ചപ്പോൾ എനിക്ക് പഴയതില്ലേക്ക്, അപ്പം അതും കൂടെ പുതിയത് വേണ്ടാന്ന് പറഞ്ഞു. ഇൻസ്റ്റയില് ചോദിച്ചിരുന്നു, ചേച്ചി എൻ്റെ ചോറ്റും പാത്രം കാണിച്ചു തരുമോ എന്നുള്ളത്. അപ്പം നമ്മളത് തുടക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ചോറ്റും പാത്രത്തിൻ്റെ. പക്ഷെ അത് എത്ര വേഗം കേടുവന്നു അല്ലേ. പൊന്നു അങ്ങോട്ട് താഴ്ത്തിക്കിട്ടപ്പോഴേക്കും അതിൻ്റെ ഇവിടെ ഒരു വെള്ള കളർ ഒരു സാധനം ഉണ്ടായിരുന്നു, ആ സാധനം താഴ്ക്കി അങ്ങോട്ട് പോയി. എൻ്റെ കിച്ചോ മേലെ എഴുകി വന്നാലും എന്നാ. ഇപ്പം നമ്മൾ കടയിൽ പോയി വന്നപ്പോഴല്ലേ അവരുടെ കടയിൽ കുറേ ചട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടി കണ്ടാൽ പിന്നെ ചട്ടി വാങ്ങണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇത് നമുക്കില്ലേ ഊത്തപ്പോ പത്തിരിയോ ഒക്കെ ഉണ്ടാക്കാമല്ലോ. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പാത്രം ഇതിനേക്കാളും കുണ്ട് കമ്മിയുള്ളത് നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ ഈ ഒരു പാത്രം ഇല്ല അല്ലേ. ഇതെന്തായാലും നമുക്ക് ഒന്ന് മയക്കിയിട്ട് ഒരു ചട്ടിച്ചോറ് കാണിച്ചിട്ട് നമുക്കിത് എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു നമുക്കൊരു ചട്ടിച്ചോറിൻ്റെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും കൊണ്ട് അല്ലേ ഒരു ചട്ടിച്ചോറും മോര് കാച്ചിയതും അതൊക്കെ എന്തൊക്കെയാന്നൊക്കെ ഉള്ളത് കാണിക്കാം കേട്ടോ. എന്തായാലും ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ആയിട്ട് നമുക്കൊരു ചട്ടിച്ചോറ് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരു കടയിൽ പോയപ്പോൾ ഒരു കൂട്ടർ ചട്ടിച്ചോറ് കഴിക്കുന്ന സമയത്ത് അത് വെജിറ്റേറിയനും ഉണ്ടായിരുന്നു, ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്കെല്ലാം ഉണ്ടാവുമെന്നൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉള്ളത് വെച്ചിട്ടൊരു ചട്ടിച്ചോറ് അല്ലേ ഉണ്ടാക്കി നോക്ക് അപ്പോഴല്ലേ. അപ്പോൾ കടയിലേക്ക് പോയി. ഇന്ന് നമ്മൾ ചന്തയിൽ പോയില്ല കേട്ടോ. ഇന്ന് ചന്തയിൽ പോകാന്ന് പറഞ്ഞാൽ നാളെ ഇതിനൊരു എന്താ
ഇത് ബീട്രൂട്ട് ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത കടയിൽ എന്താ ബീട്രൂട്ട് കണ്ടോ, കുറേ ദിവസമായി ബീട്രൂട്ട് വാങ്ങിയിട്ട് പറഞ്ഞിട്ട് ബീട്രൂട്ട് വാങ്ങി, ഉരുളക്കിഴങ്ങ്, വലിയ ഉള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത്ര മതി. കറി വെക്കാൻ വേണ്ടിയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. കറി വെക്കാൻ ഞാൻ വിചാരിച്ചു മത്തൻ്റെ ഇലയും മുരിങ്ങയിലയും വെള്ളപ്പയറും കടയും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരാഴ്ച അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു. എന്നും ഈ പച്ചക്കറി ആകുമ്പോൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ കുട്ടികൾക്ക് മടുപ്പായിട്ട് അവർ കഴിക്കുന്നില്ല. മുതിരയൊക്കെ കൂട്ടാൻ വയ്ക്കുന്ന സമയത്ത് അത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ ചിക്കൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും നിങ്ങൾക്ക് ദിവസം ചിക്കനാണോയെന്ന്. നമ്മൾ ഒരു ദിവസം ചിക്കൻ എടുത്തു കഴിഞ്ഞു വെച്ചാൽ ആ ചിക്കനിലെ നമ്മൾ 2-3 ദിവസം എത്തിക്കും. ഒരു ദിവസം ചിക്കൻ എടുത്താലല്ല, ഒരു ദിവസം ചിക്കൻ വാങ്ങിയ എടുത്താന്നെ പറഞ്ഞതേ, വാങ്ങിയതിൻ്റെ പറയണ ചിക്കൻ എടുത്താന്ന്. ചിക്കൻ വാങ്ങിയാൽ ഇപ്പം നമ്മൾ ഒരു ദിവസം ചിക്കൻ വാങ്ങി വിചാരിച്ചോ, അപ്പോൾ ആ ചിക്കൻ വാങ്ങുമ്പോൾ നമ്മൾ ഫുള്ളും അന്നെ തീർക്കില്ല. പിറ്റത്തെ ദിവസത്തേക്ക് ഉണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ പിറ്റത്തെ ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കുന്നത് കണ്ടില്ലേ, എല്ലാം ഒരു ദിവസത്തിൽ തീർക്കില്ല. എല്ലില്ലാത്ത വെച്ചിട്ട് ചില്ലി ഉണ്ടാക്കും, പിന്നെ എല്ലും കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കും. അങ്ങനെ വാങ്ങുമ്പോൾ എന്തായാലും ഒരു 4-5 കിലോ ചിക്കൻ വാങ്ങി വെച്ചാൽ അപ്പോൾ വാങ്ങുമ്പോൾ അതെന്തായാലും 2-3 ദിവസത്തേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും എത്തിക്കും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഞാൻ ചിക്കൻ വറുക്കുകയാണ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മീൻ വറുത്തിട്ട് നമ്മൾ 2 കഷ്ണം എങ്ങനെ കൊടുക്കണത്, അതേപോലെ 2 കഷ്ണമായിട്ടാണ് കേട്ടോ കൊടുക്കുള്ളൂ. അല്ലാതെ കണ്ടമാനം കഴിക്കാനല്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവരത് നുള്ളി കഴിക്കും. അപ്പോൾ ഇത് പറഞ്ഞിരുന്നു, അപ്പോൾ നിങ്ങൾ പച്ചക്കറിയൊന്നും കൊടുക്കാണ്ട് എപ്പോഴും ഈ കുട്ടികൾക്ക് എന്നും നിങ്ങളുടെ വീട്ടിൽ ചിക്കനാണെന്ന്. എന്നും നമ്മുടെ വീട്ടിൽ ചിക്കനായിട്ടല്ല, ഇങ്ങനെ ചെയ്യും. നമ്മൾ മസാലയൊക്കെ തിരുമ്പി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു വെച്ചാൽ 2 കഷ്ണം എടുത്തു നമുക്കും 2 കഷ്ണം എടുക്കുക, കുട്ടികൾക്കും കൊടുക്കാമല്ലോ. അങ്ങനെ ചെയ്യുവാണ് കേട്ടോ. പിന്നെ ഏട്ടാ ഇവിടെ വരുമോ? ആ ഉരുളിയൊന്നും എടുത്തിട്ട് അങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുമോ? എന്താണ് എന്ത് നമുക്ക് അവൻ ചോദിക്കണ എന്താണെന്നറിയോ? അതെവിടെ അവന്റെ മുട്ടായി എവിടെ? എന്റെ കുട്ടൻ മുട്ടായി എല്ലാരും തിന്നോ? അത് ശരിയായില്ല കേട്ടോ. 5 മുട്ടായി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ജെല്ല് കഴിച്ചു. എന്നിട്ടാണ് അപ്പൊ നീ ഒന്നും കിട്ടാത്ത മാതിരി പറയുന്നത്. എന്നിട്ട് അത് ആരെ വാങ്ങിക്കൊടുത്ത് ഏട്ടന്മാർക്ക് കൊടുക്കടാ. അതേട്ടാ ഒരു ഒരു വലിയച്ഛൻ വാങ്ങിക്കൊടുത്താണേ, വേറൊരു ഏട്ടൻ വാങ്ങിക്കൊടുത്താണേ. അപ്പൊ ആ വാങ്ങിക്കൊടുത്തതില് വലിയ മുന്നല്ലേ വാങ്ങി തന്നുള്ളൂ, ബാക്കി അത് ആ അച്ചച്ചല്ലേ വാങ്ങി തന്ന്. അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ചച്ചനല്ലേ പൊന്നൂച്ചിന് മുട്ടായി വാങ്ങി തന്ന്. കണ്ടോ, അത് കുട്ടി തിന്നില്ലേ? ഏട്ടന്മാർക്ക് കിട്ടിയില്ലേ? ഏട്ടന്മാർക്ക് ഓരോന്ന് വേണ്ടേ? അപ്പൊ ഏട്ടന്മാർക്ക് കൊടുക്കണേ കുറേശ്ശെ, അല്ലാണ്ട് ഏട്ടന്മാർക്ക് ആരാ കൊടുക്കുക? കൊടുക്കില്ല. അയ്യോ എന്തെങ്ങനെയത് ഏട്ടാ? അതല്ല രസം. ഞാനിടാ ആ മുട്ടായി ഇപ്പൊ തിന്നണ്ട, ഞാൻ പിടിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുക്ക, വീട്ടിൽ പോയിട്ട് ഞാൻ കൊടുക്കാ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് എന്നെ തിന്നു. എല്ലാം ഏറ്റെടുക്കും, പക്ഷെ ഏറ്റെടുക്കല് മാത്രമല്ലോ അത് അവന്റെ കൈ കിട്ടുന്നത്. ഇൻസ്റ്റഗ്രാമിലോ? എന്താണ്? എവിടെ ഞാൻ കണ്ടില്ല. എന്താണ് കേട്ടോ സൂന്യെ? കേട്ടോ പ്ലീസ് അച്ഛാ മിഠായി വാങ്ങി കാട്ടുന്ന്. എന്തേ ചോദിച്ച് എനിക്കെന്തിനാ? എവിടെ എത്തിയ സതിയേട്ടാ? അതെ. ചെക്കൻ്റെ ഫോൺ എനിക്ക് കൊണ്ടുവന്ന് തരണോ? ഭക്ഷണം കഴിച്ചാ? ചെക്കൻ്റെ ഫോൺ എനിക്ക് കൊണ്ടുവന്ന് തരണോന്ന്. ഭക്ഷണം കഴിച്ചാ? ഇന്ന് വരുമോ? ഇല്ലല്ലോ, നാളെ. ഇന്നെത്തുവോ? എപ്പോ? എപ്പോ കേട്ടിട്ടില്ല. എപ്പോഴാ ചോദിക്കൂണ്ടി? കുഞ്ഞു ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റില്ല, നാളെ ഇവിടെ കിടന്നോളി. അച്ഛൻ 5 മണിക്ക് വരുന്ന പറഞ്ഞാലോ? എന്നാ ഒരു കാര്യം ചെയ്തോ, കുഞ്ഞു ഇവിടെ കിടന്നോട്ടെ, പപ്പീനെ ഇതിൻ്റെ ഉള്ളിലാക്കി തരാം. എനക്ക് കൂട്ടിന് ഇത് രണ്ടാലും ഇവിടെ കിടന്നോളൂ. ആര് വേണമെങ്കിൽ
പപ്പു ഫാൻ ഉണ്ടെങ്കിൽ 2 കാലും 2 കൈയിലും എങ്ങനെ വെച്ചിട്ട് കിടക്കും. ഫാനുണ്ടെങ്കിൽ അവൻ എവിടേക്കും പോവില്ല. അവന് ഈ എന്താ വന്ന് കേറുമ്പല്ലേ ഈ ഫാനിന്റെ ഫാനിന് സ്വിച്ച് ഇട്ടിട്ട് കറങ്ങണ കണ്ടു കഴിഞ്ഞു വെച്ചാലേ ഇങ്ങനെ കിടക്കില്ലേ സുനി. 2 കാലും 2 കൈയായിട്ട് പരന്ന് തലി ഒരു സൈഡിക്ക് വെച്ച് കിടക്കൂട്ടോ. വായ ഞാൻ ഇതെന്താ അത് എന്താണ് കുട്ടർ മിഠായി ഇന്നലെ പുലിവാല ഇല്ല. ഞാൻ ആദ്യം കടയ്ക്ക് കൊണ്ടപ്പോ വേണ്ട 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 നമ്മുടെ റൂം കണ്ട കിടക്കണത് അനാഥപ്രേതം പോലെയല്ലേ. ഞാൻ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഈ പായൊക്കെ വിരിച്ചിട്ടിട്ട് പോയതാട്ടോ. ഇവിടെ ആരും കിടക്കണില്ലേ. അത് ആ റൂമിൽ കിടക്കണില്ല. ഒരു റൂമിൽ കിടക്കുക എല്ലാരും. എവിടേക്കാ ഇപ്പൊ എല്ലാരും കിടക്കുക? ആകെ 5 ആളുണ്ട്. 3 കുട്ടികളും. ഈ 3 കുട്ടികൾ ഇപ്പൊ എവിടേക്കാ കിടക്കുക? അമ്മ അറിയണേ ഈ അലമാര അങ്ങോട്ട് കൊണ്ടുപോയിക്കോന്ന്. എന്നിട്ട് പുറത്ത് വെച്ചിട്ട് കുട്ടികളുടെ ഇടുന്ന തുണികളില്ലേ, ഇത് ഞാൻ എന്താണെന്നറിയോ ചോറ്റും പാത്രമായിട്ട് കൊണ്ടുപോകാനേ കുട്ടികൾക്ക് ഇത് എടുത്ത് വെച്ചതാട്ടോ. നടക്കാൻ സ്ഥലമില്ല. പക്ഷെ ഇത് പുറത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെച്ചാൽ എന്താണെന്നറിയോ അന്നന്ന് ഇടുന്ന തുണികളൊക്കെ അടുക്കി വെക്കാറേ. അത് നല്ല നല്ല തുണികൾ കബോർഡിലും വെക്കാൻ. സത്യം അറിയാച്ചല്ലേ എന്താ ഈ റൂം നമ്മുടെ നല്ല റൂമാണ് അല്ലേ. അതിൽ തുണികളൊക്കെ എടുത്തേക്കണം കേട്ടോ. ഇതൊന്നും ഞാൻ എടുത്തുകൊണ്ടിട്ടില്ല. ഇതൊക്കെ ഇല്ലേ ദിവസം പ്രതി തടി കൂടുമ്പോൾ പിന്നെ എങ്ങനെ ഈ ഡ്രസ്സൊക്കെ എടുക്കുക? ദിവസം സുകന്യേ എടി ഈ ചുരിദാറുകളൊക്കെ നിനക്ക് ഇട്ടൂടെ പെണ്ണേ? എൻ്റെ കയ്യിലുള്ള ഇതൊക്കെ അല്ലേ. എൻ്റെ ഇതാ ഇങ്ങോട്ട് വന്ന് നോക്കിയൊക്കെ ഇതാ കണ്ടോ? ഇതൊക്കെ വീട്ടിലിട്ടൂടെ ചേട്ടാ? വീട്ടിലിടാതൊക്കെ ആർക്കാലും പറ്റുന്നവരിടുക. ഇനിയിപ്പോ ഞാനിടോ ആ ഇപ്പൊ ഇതൊന്നും കൊള്ളണില്ലേ. എന്താ ഇത് എടുത്തിട്ടൂടെ? അതിന്റെ ഉള്ളിൽ നോക്കിയൊക്കെ കൊള്ളാത്തത് ഇതൊന്നും ഒരുപാട് ഉപയോഗിച്ചതല്ലേട്ടാ. അതാണ് ഒരുപാട് ഉപയോഗിച്ചതൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ആകെ 4 പ്രാവശ്യം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടാൻ പറ്റണില്ല. പിന്നെ ഇടുമ്പല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചങ്ങോട്ട് പോരണ്ടേ. ഇത് കുടുവിന്റെ കല്യാണത്തിന് എടുത്ത ചുരിദാറാ, ഓർമ്മ ഉണ്ടോ? ഇതിന്റെ പാന്റ് കീറി കൊള്ളാണ്ട്. എനിക്കും വീട്ടിലിടാൻ പറ്റായില്ല. പക്ഷെ എനിക്ക് ചുരിദാർ വീട്ടിലിടുന്ന ഇഷ്ടമല്ല. എല്ലാ കാര്യം പറയാനോ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതൽ ഇടലില്ല. അതാണ്ടോ ഇതൊക്കെ. പിന്നെ ഇത് പിന്നെ എന്താ ഇതൊക്കെ വൈകുന്നേരത്ത് കുട്ടികൾക്ക് ചെറുതാക്കിയിട്ട് ഇടാലോ വിചാരിച്ചു. ഇതാണ്ടോ ഇത് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് എന്താ ആരെങ്കിലും ഞാനെന്താ ചെയ്യാന്നറിയോ, പറ്റാതെ വരുമ്പോൾ സുകന്യക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ എന്താ കിടക്കണം. നീ അല്ലാണ്ട് ആരാ കിടക്ക ഇവിടെ? ഇതൊക്കെ ഇതൊന്നും എന്താ ഇവിടുന്ന് കൊള്ളില്ല. എത്ര ഇനി മഴ പെയ്യുന്ന സമയത്ത് കേട്ടോ. എല്ലാവരും ചോദിക്കുന്ന പോലെ സുകന്യക്ക് എങ്ങനെ ഇത് പാകാവുക ചോദിച്ചു കഴിഞ്ഞാൽ അത് സുകന്യക്ക് പാകാവും. എൻ്റെ ചുരിദാറുകളിന് ഇടയ്ക്കൊക്കെ സുകന്യ ഇടുന്നത് നിങ്ങൾ കാണുന്നത് അല്ലേ. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത് അമ്മൂൻ്റെ ഒക്കെ പട്ടുപാവാടകളല്ലേ ഇത്. ഇത് മാത്രം നമ്മൾ എന്താ ഈ ഒരു തുണിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ അച്ചുട്ടിയുടെ ഉടുപ്പാണ് കേട്ടോ. ഈ ഉടുപ്പിൽ എൻ്റെ അച്ചുട്ടീനെ കാണാൻ എന്തോ ഒരു ഭംഗിയായിരുന്നു പറഞ്ഞിട്ടാ. അത് വെള്ള പാറ്റയ്ക്ക് കറുപ്പിൽ ഈ ഒരു ഡ്രസ്സ് എന്താ നല്ല ഭംഗിയുണ്ട് അല്ലേട്ടാ. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ അമ്മൂൻ്റെ ഒരു ഡ്രസ്സ്, അച്ചുവിൻ്റെ ഒരു ഡ്രസ്സ്, അച്ചുവിൻ്റെ ഇത് പിന്നെ കിച്ചൂട്ടൻ്റെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. അനിയേട്ടൻ്റെ കല്യാണത്തിന് മുമ്പേ നിശ്ചയത്തിൻ്റെ ഒരു കറുപ്പ് ഷർട്ട് ഉണ്ടായിരുന്നു. ആ ഷർട്ട് കുറേ എടുത്ത് വെച്ച് ഏട്ടന് ഓർമ്മ ഉണ്ട് ഏട്ടാ? കരിനീല നീളം വരയിട്ട് അത് അനിയേട്ടനിടും സതിയേട്ടനിടും. അങ്ങനെ അവർ മാറ്റി മറിച്ച് പോളിസ്റ്ററിൻ്റെ ഒരു ഷർട്ട്, അത് കളർ പോലില്ലല്ലോ. അതങ്ങനെ എടുത്ത് വെച്ചിട്ട്
ഇവിടെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് എന്താ കത്തിച്ചു. ആ അന്ന് പുതിയൊരു ഷർട്ട് പുതിയൊരു ഷർട്ടും പോയി എടുത്തുകൊണ്ടെന്ന് ഒരു പ്രാവശ്യം കിട്ടിയില്ല. അങ്ങനെ ഒരു ഷർട്ട് ആരെ കൊണ്ടിട്ട് അവിടെ കത്തിച്ചു. അതിന്റെ കൂടെ ഇതാണ്ടോ, ഇതൊരു ചുരിദാറ് കണ്ടോ. ഇതൊക്കെ എനിക്ക് അധികം ഈ ഒരു കളറ് എന്താ വെച്ചാൽ ഇഷ്ടമാണ്. ഇതാ ഇതൊക്കെ അങ്ങനത്തെ. അപ്പോൾ അങ്ങനത്തെ അത് പാൻറ്. ആ പാൻറ് കാണിക്കണ്ട, ആ പാൻറ് കീറിയത്. ഇതൊക്കെ ഇത് എൻ്റെ അമ്മയുടെ പിറന്നാളിന് ഞാൻ എടുത്തു കൊടുത്ത സാരിയാണ് കേട്ടോ അത്. അപ്പം അമ്മല്ലേ, ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്തേ അമ്മയ്ക്ക് ഈ സാരി ഒന്ന് ഉടുക്കണം എന്നുണ്ട്, എന്താ ഇതിവിടെ വെച്ചിട്ട് പോവോ ചോദിച്ചു. ഞാൻ കൊടുത്ത സാരീനെ ഞാൻ തന്നെ എസക്ക് വാങ്ങിയപ്പോഴോ നോക്കിയത് ഈ സാരിക്ക് ഉടുക്കണം. സ്ലൈറ്റ് കളർ സാരി കണ്ടോ, നല്ല രസമല്ലേ ഇത്. ഇതിലേക്ക് ഒരു എന്താ ഈ ഒരു കളറ് എന്താ ബ്ലൗസ് വാങ്ങിയിട്ട് ഞാൻ അമ്പലത്തേക്ക് മുമ്പ് ഉടുക്കണം പറഞ്ഞിട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വൺ സൈഡായിട്ട് ഉടുക്കാൻ. ഇപ്പം എല്ലാവർക്കും ഞാൻ വൺ സൈഡായിട്ട്, കുറേ കൂട്ടുകാർ വൺ സൈഡായിട്ട് എന്താ സാരി ഉടുത്തുകൊണ്ടപ്പോൾ നന്നായിട്ടുണ്ട് പറഞ്ഞു. വിഷുവിനൊക്കെ ഞാൻ അങ്ങനെയല്ലേ കൊടുത്ത്, വിഷുവിൻ്റെ സമയത്തൊക്കെ അങ്ങനെയായിട്ട് കൊടുത്തത്. എല്ലാവരും പറഞ്ഞിരുന്നു പ്രസി ഇങ്ങനെ കുത്തനേക്കാളിൽ നല്ലത് തടിയുള്ളതും കൊണ്ട് വൺ സൈഡ് നന്നായിട്ടുണ്ടെന്ന്. കഴിഞ്ഞു നമ്മുടെ എല്ലാതും. ഇനി നമ്മുടെ ജാതകങ്ങളുണ്ട് ഇവിടെ. അവിടെ അത് നിമ്മിടെ ഞാൻ കൊടുത്ത, അത് അവൾക്ക് ഞാൻ കൊടുത്തതാടി. ആ അപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞില്ലേ. ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ ജാതകങ്ങളാണ് കണ്ടോ. സുകന്യയുടെ ഇന്ത്യയിലാ തോന്നുന്നുണ്ട്. എന്റെ ജാതകം വരെ നമ്മളായില്ല, മനസ്സിലായില്ലേ? കളിക്കണ്ട നീ. ഇത് ഞങ്ങളുടെ 2 പേരുടെയും ജാതകമാണ് കേട്ടോ. ഇതിലൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എന്താ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയും അച്ഛനൊക്കെ ഇതൊരു നിധി പോലെ എടുത്തു വയ്ക്കുന്ന സാധനമല്ലേ. ഇപ്പം നമ്മളായിട്ട് ഇനി അത് കേട് വരുത്തണ്ട. കണ്ടോ സുകന്യാണേ. എന്റെ RC ബുക്ക് നമ്മളെ കയ്യിലാ. വെള്ളം കൊടുത്താ ഇതാ ഇത് ഈ പഴയത് കണ്ടോ. ഇത് ഈ പഴയത് അനിയേട്ടൻ്റെ. ഇത് എന്താ എൻ്റെ കേട്ടോ. എൻ്റെ ജാതകത്തിനൊരു പ്രത്യേകത ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ജാതകം എൻ്റെ വീട്ടിൽ വെക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ ജാതകം എഴുതലും അന്ന് തന്നെ അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റിയില്ല. കയറ്റുന്നതിൻ്റെ മുമ്പ് തന്നെ അനിയേട്ടൻ്റെ അച്ഛൻ്റെ കൈക്കാണ് എൻ്റെ ജാതകം കിട്ടിയിരിക്കുന്നത് അല്ലേ. കാരണം ഇത് അന്ന് കാലത്തെ ഒരു കടട് ഇതാണ് കേട്ടോ. എത്ര വർഷം പഴക്കമുള്ളതാണെന്നറിയോ ഇതൊക്കെ. കണ്ടോ അന്ന് കൊണ്ടുവന്നതാണ് ഈ 2 ജാതകം. അപ്പോൾ കൂട്ടി വെച്ചു കേട്ടോ. ഇത് പിന്നെ നമ്മുടെ കിച്ചൂട്ടൻ്റെ ജാതകം നമ്മൾ എഴുതിച്ചിട്ടില്ല. ഇതാ നമ്മുടെ ആർച്ചയുടെ ജാതകം എഴുതിയിട്ടുണ്ട് കണ്ടോ. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആർക്കും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അമ്മൂട്ടിയുടെ ജാതകം എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താ കാരണം ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ ജാതകം എഴുതണം. ഇവിടെ അച്ഛൻ്റെയും അമ്മൂൻ്റെയൊക്കെ 1-ാം പിറന്നാളിന് ജാതകം എഴുതിയിട്ട് പിറന്നാൾ ദിവസം ജാതകം വായിക്കും. ഇപ്പോഴൊക്കെ ആ ചടങ്ങുകളൊക്കെ പോയിരിക്കണു. പക്ഷേ അത് അമ്മ വീട്ടുകാരുടെ വകയാണ് ഈ ജാതകം എഴുതിയിട്ട് ജാതകം വായിപ്പിക്കൽ കേട്ടോ. അത് ഇപ്പം എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഇപ്പം ആരും ചെയ്യണില്ലല്ലോ അത്. അപ്പോൾ നമ്മൾ എന്താ അന്ന് ഇവിടെ അച്ഛനാണ് പറഞ്ഞു വെച്ചാലും വയസ്സായ ആൾക്കാർ അടുത്ത് കൂടെ ഉണ്ടാകുമ്പോൾ 1-ാം പിറന്നാളിന് ജാതകം വായിച്ചില്ലേ ചോദിക്കും. 1-ാം പിറന്നാളിന് ജാതകം വായിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കുടുംബങ്ങൾ മൊത്തം ഉണ്ടാവും. ഈ കുട്ടിയുടെ എങ്ങനെ പറയുക തലവര അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ എന്താ സത്യം പറയുക ജാതകത്തിൽ വിശ്വാസം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ ജാതകത്തിനെക്കാട്ടിലും വലിയ വിശ്വാസമല്ലേ നമ്മുടെ മനപ്പൊരുത്തം ഇതല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട്ടുകാരെ ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ചിലത് ഫലിക്കും, ചിലത് ഇവിടെ ശരിക്കും നമ്മുടെ ഈ ഇതിന് പറയല്ല കേട്ടോ. അല്ല നമ്മുടെ ഇതിന് പറയല്ല, ജാതകം നോക്കി 4 ആൾ അറിഞ്ഞ് അങ്ങനെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു 10-ൽ 10 പൊരുത്തം നോക്കി തമ്മത്തല്ല ഓടുന്നു. ശരിക്കും ഇതൊന്നും നോക്കാതെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്ക് എത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അല്ലേ. ഞാൻ അനിയേട്ടനും 7-ഓ 8-ഓ പൊരുത്തം മറ്റുണ്ട്. സുകന്യ സതിയേട്ടൻ്റെ ജാതകം എഴുതിയിട്ടില്ല. സതിയേട്ടൻ്റെ ജാതകം എഴുതിയിട്ടില്ല. എന്തിനധികം നിന്റെ ഉണ്ടല്ലോ കണ്ടോ സുകന്യ
അതവിടെ വെച്ചിപ്പോ ബുക്ക് എടുത്ത് വയ്ക്കുമ്പോ അപ്പോൾ ഇതൊക്കെ പിന്നെ ഞാൻ തുന്നാൻ്റെ തുണികൾ എടുത്തു വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴല്ലേ പിന്നെ നമ്മുടെ മെഷീനൊക്കെ കേട് വന്നത്. തുന്നണ ഇതെൻ്റെ അമ്മ കുറേ ഇതൊന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. അതാണ്ടോ പഴയ ഓർമ്മകളില്ലേ മനസ്സിൽ ഭയങ്കര ഒരു എന്നാലും നമ്മൾ കുറേ ദൂരെ ഇല്ലേനും കേട്ടോ. പക്ഷെ എന്നാലും ഏട്ടൻ നാൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ പറയാം എന്താണെന്ന് അറിയില്ല ഒരു സമാധാനം. അവനെ എന്താ അനിയത്ത് അങ്ങനെ പറയുന്നത്? ഞാൻ കിടക്കുമ്പോഴത്തേക്ക് സമാധാനക്കളൊന്നുമില്ല. ഇവിടെ കിടക്കുമ്പോൾ അത് വേറൊരു ഫീഡ് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം നമുക്ക് ഏത് സമയം ഇവിടെ തന്നെയാകുമ്പോൾ നമ്മളിവിടെ കിടക്കുമ്പോൾ അറിയില്ല. നമ്മൾ അവിടെ നിന്ന് വന്ന് ഇവിടെ കിടക്കുമ്പോൾ ഒരു സുഖം അല്ലേ കുഞ്ഞുണ്ണിയെ? ഒരു സുഖം കണ്ട മോര് കാച്ചല്, പിന്നെ നെല്ലിക്കച്ചാറ്, പപ്പടം കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. ഇനി അനിയൻ പുലർച്ചെ എത്ര അനിയൻ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി എന്താ കാത്തിരുന്നിട്ട് എന്താ കാര്യം, ഞങ്ങളവിടെ കഴിച്ചിട്ട് എല്ലാവരും പാടെ കിടക്കട്ടെ അല്ലേ. അതാകുമ്പോൾ പിന്നെ ഇവരെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോട്ടെ. ഇനി പപ്പൂനും ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ചീവീടിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവുക നല്ല രീതിയിൽ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ കമ്മിയാണ്, അവിടെ നല്ല രീതിയിലുണ്ട് അല്ലേ ചീവീടിൻ്റെ സൗണ്ട്. അപ്പോൾ കുറേ ഇന്നെൻ്റെ ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആശുപത്രിയിൽ പോയ സമയത്ത് ഏട്ടനെ കണ്ടു. ഞങ്ങൾ അതും പറഞ്ഞില്ലല്ലോ അല്ലേ. ഏട്ടനെയൊക്കെ കണ്ടു. ഇനി അവർ 56 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷന് മേലാറ്റൂർ പോകണം. അപ്പോൾ മേലാറ്റൂർ പോകുമ്പോൾ നമുക്ക് കുറേ പേര് വിളിച്ചിട്ട് നമ്മൾ മേലാറ്റൂർ വരുമ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അവളുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ കുറേ പ്രാവശ്യം വീഡിയോ കോളും ഒക്കെ വിളിച്ചിരുന്നവർ. അപ്പം അവരെയൊക്കെ കാണാൻ കാത്തിരിക്കുകയല്ലേ. മഴയത്ത് നമ്മുടെ പുറത്തടുപ്പ് കിടക്കുന്ന കാണുമ്പോഴേ സങ്കടം വരുന്നുണ്ട് കേട്ടോ. നമുക്കത് എന്തെങ്കിലും ചെയ്യണം. പച്ചപ്പ് പിടിക്കാൻ തുടങ്ങി അവിടെ. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, പുറത്തടുപ്പിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ കുറച്ച് ചിലവാക്കണല്ലേ ഏട്ടാ. നല്ല പണിയുണ്ട്. കാരണം ആദ്യം നമുക്ക് തേക്കുള്ളതും കൊണ്ട് തേക്കിക്കായിരുന്നു നമ്മൾ അങ്ങനെ കമ്പ് കെട്ടിയിരുന്നത്. അപ്പോൾ തേക്കില്ലല്ലോ. അപ്പോൾ ഇവിടെയും ഓരോ കാലുകൾ വെച്ചിട്ട് വേണം ഷീറ്റ് ഇറക്കാൻ. പിന്നെ ഈ മഴ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടു, മഴ പെയ്തപ്പോൾ ഇത് കൂടെയൊക്കെ ഇങ്ങനെ കുത്തി ഒലിച്ച് പോയിരുന്നില്ലേ. അപ്പോൾ മഴ പെയ്യുന്നുണ്ടോ നോക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണെ. കാരണം ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് അവരെല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷവും എല്ലാം പാടായിട്ട് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഒപ്പം പഠിച്ച നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോഴുള്ള സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ. ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളായാലോ എന്നും കൂടി നമുക്ക് തോന്നിപ്പോവും അല്ലേ. കുറേ വിശേഷങ്ങൾ പറയാനല്ലേ. അപ്പോൾ നാളെ കാണാം കേട്ടോ.